എളുപ്പത്തിൽ എങ്ങനെ ഒരു ഇയറിങ്സ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. വളരെ ഈസി മെത്തേഡാണ് കാണിച്ചു തരുന്നത്. വേണ്ട സാധനങ്ങൾ സ്റ്റോൺ ചെയിന്, പശ, പിന്നെ തണ്ടും ആണിയും, ട്രാൻസ്പെറൻറ്റ് ഷീറ്റ്. ഈ പശയും ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഞാൻ ഓൺലൈനാണ് എടുത്തത്. പശയും അതുപോലെ തന്നെ ഈ സ്റ്റോൺ ചെയിൻ, തണ്ട്, ആണി ഇതൊക്കെ ഈ ക്രാഫ്റ്റ് കടകളിൽ ചോദിച്ചാൽ കിട്ടും. ഇത് ഞാൻ ആമസോണിൽ നിന്ന് ബുക്ക് ചെയ്തെടുക്കുക ചെയ്തത്. ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു വലിപ്പമല്ലോ, A4 ഷീറ്റിൻ്റെ അത്രയും വലിപ്പമുണ്ട്. നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വലിപ്പം നമ്മൾ കട്ട് ചെയ്ത് എടുത്താൽ മതി. കാരണം നമുക്ക് കൈകാര്യം ചെയ്യാനുള്ള എളുപ്പം കൊണ്ടാണ് അങ്ങനെ കട്ട് ചെയ്ത് ആ ഷീറ്റ് എടുക്കുന്നത്. ഈ ഷീറ്റിലേക്ക് പശ നന്നായി തേച്ച് കൊടുക്കുക. പിന്നെ ചെയിൻ നമുക്ക് എത്ര ലെങ്ത് വേണം അതിനനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. ഒരുപാട് ലെങ്ത് വേണമെങ്കിൽ അതിനനുസരിച്ച് കട്ട് ചെയ്യുക, ഒത്തിരി വേണ്ട കുറച്ച് ലെങ്ത് മതിയെങ്കിൽ അതിനനുസരിച്ച് കട്ട് ചെയ്യുക. അങ്ങനെ സ്റ്റോൺ ചെയിൻ കട്ട് ചെയ്തെടുക്കുക. ഞാനൊരു 16 സ്റ്റോൺ വരുന്ന രീതിയിലാണ് കട്ട് ചെയ്തെടുത്തത്. എണ്ണി എടുക്കാൻ നമുക്കിങ്ങനെ പറ്റും 16 എന്നിട്ട് ഞാൻ ഒന്നിച്ച് ആ പരിപാടി തീർക്കാമെന്ന് വിചാരിച്ച് ലെഫ്റ്റും റൈറ്റും കൂടി ഒരേപോലെ തന്നെ പശ തേച്ച് കൊടുത്തു. എന്നിട്ട് 3 ചെയിൻ വെച്ചിട്ടാണ് ഞാൻ ഒരു സൈഡിൽ ഇടുന്നത്. എന്നിട്ട് നമ്മൾ ഈ നല്ല ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഈർക്കിലിയോ അല്ലെങ്കിൽ വല്ല എന്താ പറയുക ഈ മുല്ലപ്പ് സ്ലൈഡില്ലേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ സെറ്റ് പിന്നോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് വെച്ച് ഷേപ്പ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ കൈ വെച്ച് ഷേപ്പ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഷേപ്പ് ആവത്തുമില്ല. അതിനും കൈ മുഴുവൻ പശയാകും. നന്നായി പശ കയറി പിടിച്ച് ആകപ്പാടെ കൈയുടെ ഇടപാട് തീരും. അപ്പോൾ ഇത് വെച്ച് ഷേപ്പ് ചെയ്ത് നമുക്കത് ഇങ്ങനെ തണ്ടൊക്കെ നമുക്ക് ആ ഒരു ഷാർപ്പായി നിൽക്കുന്ന ആ ഭാഗം കൊണ്ട് നമുക്കതൊന്ന് നന്നായി ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. നന്നായി ഷേപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ട്, ഒരുപാട് ഭയങ്കര ഡ്രൈ ആവേണ്ട പശ, ഒന്ന് ഡ്രൈ ആയതിന് ശേഷം ഈ സംഭവം വെച്ച് അതിൻ്റെ മേലിൽ കൂടി സൈഡിൽ കൂടിയൊക്കെ ഇങ്ങനെ ഉരുട്ടുക. അങ്ങനെ ഉരുട്ടി ആ ഒരു എക്സ്ട്രാ വരുന്ന പശ കളയാൻ വേണ്ടിയാണ് ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്നത്. ഇങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോഴത്തേക്ക് എക്സ്ട്രാ വരുന്ന പശ ഈ ഇതിൻ്റെ തുമ്പത്തിങ്ങനെ കയറി പിടിച്ചോളും. നന്നായി ഉരുട്ടിയെടുക്കുക. എന്നിട്ട് അത് കട്ട് ചെയ്യാനായിട്ട് എടുക്കുക. നന്നായി ഉണങ്ങിയതിന് ശേഷം, നല്ല ഡ്രൈ ആയതിന് ശേഷം കട്ട് ചെയ്യുക. നമ്മൾ അതായത് കുറച്ച് ഭാഗം ഒട്ടിച്ചിട്ട് ബാക്കി താഴേക്ക് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുക ചെയ്യുന്നത്. അപ്പം അത്രയും ഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുന്നിട്ട് ആദ്യം ഭയങ്കര ഷേപ്പ് നോക്കി കട്ട് ചെയ്യണമെന്നുള്ളൊന്ന് റഫായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നന്നായി റഫായി കട്ട് ചെയ്തതിന് ശേഷം മാത്രം അത് നന്നായി ഷേപ്പ് ചെയ്തെടുക്കുക. അതായത് എക്സ്ട്രാ കാണുന്ന വശത്തേക്കൊക്കെ എക്സ്ട്രാ ഇങ്ങനെ നിൽക്കുന്ന ഷീറ്റ് നന്നായി അതൊന്ന് കട്ട് ചെയ്ത് എടുത്താൽ മതി. ആദ്യം റഫായിട്ട് കട്ട് ചെയ്തെടുക്കുക, അതുമായിട്ടൊന്ന് ആ ഷീറ്റുമായിട്ടൊന്ന് വിടുക. ഇപ്പം തന്നെ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഷേപ്പ് ചെയ്തതാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എന്നിട്ട് നമ്മൾ തണ്ട് അതിൻ്റെ ആണി വെച്ച് കൊടുക്കണം. ആണി വെച്ച് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക് സൈഡിലാണ് ആണി വെച്ച് കൊടുക്കേണ്ടത്. ആ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഒട്ടിച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ അവിടെ നന്നായി പശ തേച്ച് കൊടുക്കുക. പശ തേച്ചതിന് ശേഷം ആ ഒരു ആണി അതിൽ നന്നായി പിടിച്ച് കൈ കൊണ്ട് തന്നെ പിടിച്ച് പ്രസ് ചെയ്യുക. നന്നായി അമർത്തി കൊടുക്കുക ആണി കൈ കൊണ്ട് തന്നെ. എന്നിട്ടൊന്ന് ഊതി വെക്കുന്ന കൊടുക്കുക. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ആണി വെച്ച് ഒട്ടിക്കാൻ നേരത്ത് ഫ്രണ്ടിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ആണിയുടെ ഭാഗം, അതായത് പുറത്തേക്ക് ആണിയുടെ അവിടെ എക്സ്ട്രാ കാണുന്നുണ്ടോ എന്നൊക്കെ നോക്കി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം വേണം ഒട്ടിക്കാനായിട്ട്. ഇതാണ് ഒട്ടിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കിട്ട് നല്ല ഭംഗിയുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.